എസ് അജയ്കുമാർ എഴുതിയ മനഃശാസ്ത്ര കഥ ലോഡ് ഷെഡിംഗ്. വർഷങ്ങൾ മുമ്പാണത്. അന്ന് ലോഡ് ഷെഡിംഗ് ഒരു പതിവായിരുന്നു. കുറേ കാലം അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറി. ആളുകൾ ആ ഇരുണ്ട ഇടവേളകളെ എങ്ങനെയാണ് നേരിട്ടത്? ലോഡ് ഷെഡിംഗ് അനുഭവിച്ചറിഞ്ഞവർക്ക് മാത്രം ഉത്തരം പറയാനാവുന്ന ചോദ്യമാണത്. ആ സമയം ഫലപ്രദമാക്കാൻ ആളുകൾ പല സാധ്യതകളും പരീക്ഷിച്ചിട്ടുണ്ടാവാം. ലോഡ് ഷെഡിംഗ് സൃഷ്ടിച്ചിരുന്ന എന്തിനെന്നില്ലാത്ത തിടുക്കമാണ് എൻ്റെ ഓർമ്മ. ആ ദിവസങ്ങളിലും ഞാൻ ഒരുപാട് സമയം പാഴാക്കിയിരുന്നു. എന്നാൽ ലോഡ് ഷെഡിംഗ് സമയം വരുമ്പോൾ മനസ്സ് ധൃതി കൂട്ടും. സമയം കളയാൻ നമുക്ക് ഇഷ്ടമായിരിക്കാം, പക്ഷേ സർക്കാർ നമ്മുടെ സമയം കവർന്നെടുക്കാൻ ശ്രമിക്കുമ്പോൾ അതങ്ങ് വിട്ടുകൊടുക്കാനാവോ? അതെന്തായാലും ഞാനൊരു പരിഹാരം കണ്ടെത്തി. ലോഡ് ഷെഡിംഗ് ഇടവേള ഭക്ഷണം കഴിക്കാനായി മാറ്റിവെക്കുക. അങ്ങനെ ഓരോ ആഴ്ചയിലെയും ലോഡ് ഷെഡിംഗ് ഷെഡ്യൂൾ അനുസരിച്ച് എൻ്റെ രാത്രി ഭക്ഷണ നേരം ഷെഡ്യൂൾ ചെയ്ത് ഞാൻ ആ പ്രശ്നം പരിഹരിച്ചു. പവർ പോകുന്നതിന് മുമ്പ് തന്നെ ഹോട്ടലിൽ എത്താൻ ശ്രമിച്ചിരുന്ന എനിക്ക് മറ്റുള്ളവരിലും ലോഡ് ഷെഡിങ്ങിന് മുന്നോടിയായുള്ള ഒരുതരം ധൃതി കണ്ടെത്താനായി. ഏത് പ്രവൃത്തി എടുക്കുന്നവരിലും ആ തിടുക്കം ഉണ്ടായിരുന്നു. ചിലരുടെ തിടുക്കം കണ്ടാൽ ഏതാണ്ട് ലോകം അവസാനിക്കാൻ പോവുകയാണെന്ന് തോന്നും. സ്വന്തം തിടുക്കം ഞാൻ അവരിൽ ആരോപിക്കുകയായിരുന്നു. അറിയില്ല, അതെന്തായാലും ആളുകൾക്ക് ലോഡ് ഷെഡിങ്ങുമായി ബന്ധപ്പെട്ട കൗതുകകരമായ പലതും പങ്കുവയ്ക്കാനാവുമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ പലരോടും ഞാൻ അക്കാര്യം ചോദിച്ചു നോക്കി. ഭൂരിപക്ഷം പേരുടെയും അനുഭവം ഏതാണ്ട് എൻ്റേതുപോലെയായിരുന്നു. എന്നാൽ ചിലരുടെ മറുപടി രസകരമോ വിചിത്രമോ ആണെന്ന് എനിക്ക് തോന്നി. അതിലൊന്നാണ് ദാസിൻ്റെ കാര്യം. സിദ്ധാന്തപരമായി ദാസിന് എപ്പോൾ വേണമെങ്കിലും ശ്രീമതിയെ പ്രണയിക്കാനാവും. എന്തുകൊണ്ടെന്നാൽ ശ്രീമതി ദാസിൻ്റെ ഭാര്യയാണ്. പ്രണയത്തിനായി എത്ര സമയം വേണമെങ്കിലും മാറ്റിവെക്കാനുള്ള സാഹചര്യവും അവർക്കുണ്ടായിരുന്നു. പക്ഷേ ലോഡ് ഷെഡിംഗ് സമയം തങ്ങളുടെ പ്രണയ നേരമായി എന്തുകൊണ്ടോ അവർ തിരഞ്ഞെടുത്തു. അതായത് ലോഡ് ഷെഡിംഗ് 6 മണി മുതൽ 6:30 വരെയാണെങ്കിൽ ആ സമയം അവർ പ്രണയിച്ചു. 9 മണി മുതൽ 9:30 വരെയാണെങ്കിൽ അപ്പോഴാണ് അവർ പ്രണയം പഠിക്കുക. വേറെ വാക്കുകളിൽ പറഞ്ഞാൽ ലോഡ് ഷെഡിംഗ് അനുസരിച്ച് അവർ അവരുടെ പ്രണയ ജീവിതം ഷെഡ്യൂൾ ചെയ്തു. സമയം, കാലാവസ്ഥ എന്നിവയ്ക്കനുസരിച്ച് ലൊക്കേഷനിൽ മാറ്റമുണ്ടായിരുന്നു. ലിവിംഗ് റൂം, കിടപ്പുമുറി, ടെറസ്, വിരുന്നുകാർ ഉള്ളപ്പോഴോ ഒഴിവാക്കാനാവാത്ത പ്രശ്നങ്ങൾ കടന്നു വരുമ്പോഴോ മാത്രം ഷെഡ്യൂൾ തെറ്റി. അപ്പോഴൊക്കെ അവർക്ക് നഷ്ടബോധം തോന്നിയിരുന്നു. ആദ്യ കുഞ്ഞ് ഉറപ്പായതോടെ ഇക്കാര്യത്തിൽ പല വിട്ടുവീഴ്ചകൾക്കും അവർ നിർബന്ധിതരായി. കുഞ്ഞ് ശരിക്കും രംഗപ്രവേശനം ചെയ്തതോടെ അവരുടെ ടൈം ടേബിൾ ആകെ മാറി. മാസങ്ങൾ കടന്നുപോയി. എല്ലാം ഒന്ന് ഒതുക്കി ജീവിതത്തിൻ്റെ പഴയ ചിട്ട അടുക്ക് എല്ലാം മടക്കിക്കൊണ്ടുവരാൻ അവർ കൊതിച്ചു. വിശേഷിച്ച് അവരുടെ ലോഡ് ഷെഡിംഗ് പ്രണയം. അങ്ങനെ ഒടുവിൽ ജീവിതം ഒന്ന് ചിട്ടപ്പെടുത്താനായി അവർ ഒരു വഴി കണ്ടെത്തുക തന്നെ ചെയ്തു. കുഞ്ഞിനെ ഭംഗിയായി നോക്കാൻ അറിയുന്ന ഒരു സ്ത്രീയെ നിയമിക്കുക. കുഞ്ഞുങ്ങളെ നോക്കി പരിചയവും ശുചിത്വവുമുള്ള ഒന്നാം തരം ഒരു നാട്ടിൻ പുറത്തുകാരി. അതായിരുന്നു അവർ ലക്ഷ്യമിട്ടത്. നഗരത്തിൽ എളുപ്പം ലഭ്യമായിരുന്ന ആയമാർ, ഹോം നഴ്സുമാർ എന്നിവരെ അവഗണിച്ച് അവർ പരിചിതമായ നാട്ടിൻ പുറത്തേക്ക് പോയി. ആവശ്യമില്ലാതെ മറ്റുള്ളവരെ സഹായിക്കുന്ന പരിപാടി നാട്ടിൻ പുറത്തുകാരും ഉപേക്ഷിച്ച കാര്യം അനുഭവിച്ചറിയാൻ മാത്രമേ ആ യാത്ര ഉപകരിച്ചുള്ളൂ. അതുകൊണ്ട് തങ്ങൾ ചില ഘട്ടങ്ങളിൽ സഹായിച്ചിട്ടുള്ള നഗരത്തിൽ താമസിക്കുന്ന ചില നാട്ടിൻ പുറത്തുകാരെ അവർ നിരന്തരം ശല്യം ചെയ്യാൻ തുടങ്ങി. ഒടുവിൽ അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരാൾ സഹായത്തിൻ്റെ കൈ നീട്ടി. എന്നാൽ അയാൾ ഏർപ്പാടാക്കിയത് ഒരു പെൺകുട്ടിയായിരുന്നു. സ്കൂളിൽ പോകേണ്ട പ്രായം. ആരുടെയോ നിർബന്ധത്താൽ നാട്ടിൻ പുറത്തെ കയർ ഉൽപാദന കേന്ദ്രത്തിൽ ചക്രം തിരിക്കുന്ന പണിയിൽ കുടുങ്ങിയ കുട്ടി. ഇരുണ്ടു മെലിഞ്ഞ ഒരു സുന്ദരി കുട്ടി. പേര് പ്രിയ. ദാസിന് ശ്രീമതിയെ കണ്ടപ്പോൾ പ്രിയയുടെ കണ്ണുകളിൽ പ്രതീക്ഷ തിളങ്ങി. കുഞ്ഞിനെ നോക്കാൻ ഒരു സ്കൂൾ കുട്ടിയെ വേണ്ടെന്ന് പറയാൻ തുടങ്ങിയ അവരെ തടഞ്ഞത് അതാണ്. അവളുടെ കണ്ണുകളിലെ ആ തിളക്കം. ഒരു കുഞ്ഞിനെ നോക്കാൻ ഒരു കുട്ടി. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അവർക്കത് ഉൾക്കൊള്ളാനായില്ല. പക്ഷേ പ്രിയയുടെ ചിട്ടയായ പ്രവർത്തന രീതി അവരെ വിസ്മയിപ്പിച്ചു. പ്രിയയെ പോലെ ഭംഗിയായി കുഞ്ഞിനെ നോക്കാനും സ്വാഭാവികമായി ഇടപെടാനും പ്രായം ചെന്ന ഒരു സ്ത്രീക്കും കഴിയില്ല. അവർ അഭിപ്രായം മാറ്റി. താമസിയാതെ ശ്രീമതിയും ദാസും പഴയ വഴികളിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങി. പ്രവൃത്തികളും വിനോദങ്ങളും അനായാസം മുന്നോട്ടു നീങ്ങി. വിശേഷിച്ച് ലോഡ് ഷെഡിംഗ് വീണ്ടും തുടങ്ങിയതോടെ. അങ്ങനെയിരിക്കെ ഒരു ദിവസം പ്രണയം പതിവിലേറെ വിശദമാകാൻ തുടങ്ങി. അപ്പോഴാണ് വീടിനുള്ളിൽ പ്രിയ കൂടി ഉണ്ടെന്ന കാര്യം അവർ ഓർത്തത്. ഒരു കുട്ടിയുടെ സ്വാഭാവിക ജിജ്ഞാസയോടെ പ്രിയ കടന്നു വന്നാൽ മുൻകരുതൽ എന്ന നിലയിൽ പ്രിയ അപ്പോഴെവിടെയാണെന്ന് ഉറപ്പിക്കാൻ വേണ്ടി ശ്രീമതി താഴേക്കിറങ്ങി. കോണിപ്പടി പകുതി ചെന്നപ്പോൾ ശ്രീമതിക്ക് സമാധാനമായി. പ്രിയ കുഞ്ഞിനരികെ തന്നെയുണ്ട്. ഒരു കൈകൊണ്ട് തൊട്ടിലാട്ടുന്നതിനൊപ്പം മറ്റേ കൈകൊണ്ട് അവൾ വിഷറി ചലിപ്പിക്കുന്നുമുണ്ട്. വലിയ ചൂടുണ്ടായിരുന്നില്ല. കുഞ്ഞ് നല്ല ഉറക്കത്തിലുമായിരുന്നു. എങ്കിലും പ്രിയ ശ്രദ്ധയോടെ തൻ്റെ ജോലി തുടരുന്നതിൽ മനസ്സാലെ പ്രിയെ വാഴ്ത്തിക്കൊണ്ട് ശ്രീമതി മുകളിലേക്ക് കയറാൻ തുടങ്ങി. അപ്പോൾ എവിടെ നിന്നോ ഒരു തേങ്ങൽ പോലെ കേട്ടു. ശ്രീമതി കാതോർത്തു. തേങ്ങൽ തന്നെയാണ്. പക്ഷെ എവിടെ നിന്ന്?
ഉറവിടം കണ്ടെത്തുമ്പോൾ ശ്രീമതിക്ക് വിശ്വസിക്കാനായില്ല. തൊട്ടിലും വിശറിയും ചലിപ്പിച്ചുകൊണ്ടിരുന്ന പ്രിയ തന്നെയാണ് കരയുന്നത്. അത് കഴിയുന്നത്ര രഹസ്യവും നിശബ്ദവുമാക്കാൻ പ്രിയ ശ്രമിക്കുന്നുണ്ടെന്ന് ശ്രീമതി തിരിച്ചറിഞ്ഞു. എന്തെന്നാൽ വളരെ ശ്രദ്ധിച്ചാൽ മാത്രം തിരിച്ചറിയുന്ന നേരിയ തേങ്ങലാണ് അവളിൽ നിന്ന് പുറത്തേക്ക് വന്നത്. കരച്ചിലിന്റെ കാരണം തിരക്കി പ്രിയയെ പ്രോത്സാഹിപ്പിക്കുന്നത് നല്ലതല്ലെന്ന ചിന്തയോടെ വീണ്ടും ശ്രീമതി മുകളിലേക്ക് കയറി. റൊമാൻറ്റിക് മൂഡ് കളയാനും അവർ ഒരുക്കമായിരുന്നില്ല. തുടർന്നുള്ള ദിവസങ്ങളിൽ സമയം കിട്ടിയപ്പോഴൊക്കെ ശ്രീമതി രഹസ്യമായി പ്രിയയെ നിരീക്ഷിച്ചു. സംഗതി ശരിക്കും വിചിത്രമായിരുന്നു. ലോഡ് ഷെഡിംഗ് നേരം മാത്രമാണ് പ്രിയ കരയുക. ഷെഡ്യൂൾ ചെയ്യപ്പെട്ട കരച്ചിൽ. സ്വന്തം നിലയിൽ ലോഡ് ഷെഡിങ്ങുമായി ബന്ധപ്പെട്ട ഹോബിയിൽ ഏർപ്പെടുന്നുണ്ടായിരുന്നെങ്കിലും പ്രിയയുടെ കരച്ചിൽ ദാസിനും ശ്രീമതിക്കും പെട്ടെന്ന് ഉൾക്കൊള്ളാനായില്ല. മാത്രമല്ല, ചില സ്വകാര്യ നിമിഷങ്ങളിൽ തന്നെയും പ്രിയയുടെ കരച്ചിലിനെക്കുറിച്ചുള്ള ചിന്ത അവർ ശല്യം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ആ കരച്ചിലിൻ്റെ കാരണം തിരക്കാൻ അവർ നിർബന്ധിതരായി. അവനിപ്പം എൻ്റെ അച്ഛൻ്റെ മടിയിൽ കിടക്കുകയാവും, പ്രിയ വിതുമ്പി. ആര്? ശ്രീമതി ചോദിച്ചു. അച്ഛൻ്റെ മോൻ. പ്രിയ കരഞ്ഞു. പ്രിയയുടെ അമ്മ മരിച്ചുപോയിരുന്നു, അവളെ പ്രസവിച്ച ദിവസം തന്നെ, അവരുടെ 19ാമത്തെ വയസ്സിൽ. 4-5 മാസം കഴിഞ്ഞപ്പോൾ അവളുടെ അച്ഛൻ വേറൊരു സ്ത്രീയെ കല്യാണം കഴിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നു. ആ സ്ത്രീയിൽ അയാൾക്കുണ്ടായ മകൻ്റെ കാര്യമാണ് പ്രിയ പറഞ്ഞത്. പ്രിയയുടെ നാടായ ആ കടലോര പ്രദേശത്തെ കഥകൾ ഏതാണ്ട് ഒരേപോലെയായിരുന്നു. ഭൂരിപക്ഷം പേരും സ്കൂൾ പഠനം പോലും പൂർത്തിയാക്കില്ല. കൂടുതൽ പേരും ആദ്യ സ്കൂളിൽ നിന്ന് തന്നെ പൊഴിഞ്ഞുപോകും. പെൺകുട്ടികളാണെങ്കിൽ 16-17 വയസ്സാകുമ്പോൾ തന്നെ വിവാഹിതരാകും. അതിനു മുമ്പ്, അതായത് സ്കൂൾ ഡ്രോപ്പ് ഔട്ട് ആവുന്നതോടെ അവർ അടുത്തുള്ള കയർ ഉൽപ്പാദന കേന്ദ്രത്തിൽ ജോലിക്ക് പോയിട്ടുണ്ടാവും. അവിടെ കയറുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന കൂറ്റൻ ചക്രം തിരിച്ച് ചൂഷണം എന്താണെന്ന് അവർക്ക് ശരിക്കും പഠിച്ചിട്ടുണ്ടാവും. വൈകുന്നേരങ്ങളിൽ തഴമ്പു വീഴാൻ തുടങ്ങുന്ന കൈയിലേക്ക് ഔദാര്യം പോലെ വന്നു വീഴുന്ന നാണയത്തുട്ടുകൾ, അപൂർവം ചിലപ്പോൾ ചില കടലാസ് നോട്ടുകൾ. ആ നിമിഷങ്ങളിൽ അവരുടെ കണ്ണുകളിൽ വളരെ ശ്രദ്ധിച്ചു നോക്കിയാൽ മാത്രം ചെറിയൊരു തിളക്കം കാണാനാവും. ആ പ്രദേശത്തെ ആൾക്കാർ പറയാറുള്ള ആ പതിവ് വിധിയിലേക്ക് പ്രിയ ഒഴുകാൻ തുടങ്ങിയപ്പോഴാണ് തങ്ങൾ കടന്നു ചെന്നതെന്ന് ദാസും ശ്രീമതി മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട്, അല്ലെങ്കിൽ എന്തുകൊണ്ടോ, പ്രിയയെ പെട്ടെന്ന് മടക്കി അയക്കാൻ അവർക്കായില്ല. പ്രിയയുടെ ശമ്പളം കൈപ്പറ്റാനേ അവളുടെ അച്ഛൻ മാസാദ്യം കൃത്യമായി എത്തിയിരുന്നു. ലോക്കൽ മദ്യത്തിൻ്റെ ഗന്ധം പരത്തിക്കൊണ്ട് മാത്രം കടന്നു വന്നിരുന്ന അയാളോട് പ്രിയയുടെ കരച്ചിലിനെക്കുറിച്ച് അവർ പറഞ്ഞില്ല. ദിവസങ്ങൾ കടന്നുപോയി. ദാസും ശ്രീമതിയും ലോഡ് ഷെഡിംഗ് ചിട്ടകൾ തെറ്റിച്ചില്ല. പ്രിയ അവളുടേതും. അവരുടെ ജീവിതം ആ നിലയിൽ കണ്ടീഷൻ ചെയ്യപ്പെട്ടു എന്ന് പറയുന്നതാവും കൂടുതൽ ശരി. ആയിടെ ലോഡ് ഷെഡിംഗ് സമയത്ത് ഉപയോഗിക്കാനാവുന്ന ഇൻവെർട്ടർ വിൽക്കുന്ന ഒരാൾ ദാസിൻ്റെ ഓഫീസിലെത്തി. ഇരുട്ടിൽ തൊട്ടിലിനരികെ കരഞ്ഞുകൊണ്ട് യാന്ത്രികമായി വിശറി ചലിപ്പിക്കുന്ന പ്രിയയുടെ ചിത്രം ദാസിൻ്റെ മനസ്സിൽ തെളിഞ്ഞു. ആ പ്രശ്നം പരിഹരിക്കാൻ പറ്റിയ ഉപകരണം തന്നെയാണ് അതെന്ന് അയാൾക്ക് തോന്നി. അങ്ങനെ ദാസ് ഇൻവെർട്ടർ സ്വന്തമാക്കി. അന്നു മുതൽ അവരുടെ വീടും ലോഡ് ഷെഡിംഗ് സമയം പ്രകാശത്താൽ കുളിച്ചു. കറങ്ങുന്ന ഫാനിന് ചുവട്ടിൽ കുഞ്ഞ് സുഖമായി ഉറങ്ങി. എങ്കിലും ദാസിൻ്റെ ശ്രീമതിയുടെ ലോകത്ത് നിന്ന് ലോഡ് ഷെഡിംഗ് ഇറങ്ങിപ്പോയില്ല. അതായത്, ഇൻവെർട്ടറിനെ അവഗണിച്ച് അവർ ലോഡ് ഷെഡിംഗ് പ്രണയം തുടരുക തന്നെ ചെയ്തു. ചിലപ്പോൾ ടെറസിലെ ഇരുട്ടിൽ, ചിലപ്പോൾ മുറിയിലെ ലൈറ്റ് ഓഫാക്കിയ ശേഷം. എല്ലാം അതാത് ദിവസത്തെ ലോഡ് ഷെഡിംഗ് ഷെഡ്യൂൾ അനുസരിച്ച് കൃത്യമായി. അങ്ങനെയിരിക്കെ ഒരു ദിവസം ദാസിന് കൃത്യസമയത്ത് എത്താനായില്ല. മുറിയിൽ ഒറ്റയ്ക്കിരുന്ന് ബോറടിച്ച് ശ്രീമതി വെറുതെ താഴേക്കിറങ്ങി. അപ്പോൾ കണ്ട കാഴ്ച ശ്രീമതിയെ വിസ്മയിപ്പിച്ചു. മുറിയിലെ ലൈറ്റ് ഓഫാക്കിയ ശേഷം പ്രിയ ഇരുട്ടിൽ തൊട്ടിലിനരികെയിരുന്ന് തേങ്ങുകയാണ്. ഗോവണിയുടെ പകുതിയിൽ കുറേ നേരം ശ്രീമതി അത് നോക്കി നിന്നു. ഫാൻ കറങ്ങുന്നുണ്ട്. എന്നാൽ കരയുന്നതിനൊപ്പം പ്രിയ തൻ്റെ കയ്യിലെ വിശറി യാന്ത്രികമായി ചലിപ്പിച്ചു. അതിനൊപ്പം തൊട്ടിലും. മാറിയ സാഹചര്യത്തിൽ പ്രിയയുടെ പെരുമാറ്റം ദാസും ശ്രീമതിയും കൂടുതൽ ഗൗരവത്തോടെയാണ് കണ്ടത്. എന്നാൽ നീണ്ട ചർച്ചകൾക്കു ശേഷം ആ വിഷയം കണ്ടില്ലെന്ന് നടിക്കാൻ അവർ തീരുമാനിച്ചു. ലോഡ് ഷെഡിംഗ് പ്രണയം ഉപേക്ഷിക്കാനാവാത്തതുപോലെ അതിന് സമാന്തരമായി താഴത്തെ മുറിയിൽ കരഞ്ഞുകൊണ്ട് വിശറി ചലിപ്പിച്ചിരിക്കുന്ന പ്രിയയുടെ അസ്തിത്വവും അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞിരുന്നു. അങ്ങനെ ഒരുപാട് നാളുകളിൽ ഒരു നിയോഗം പോലെ ഷെഡ്യൂൾ ചെയ്ത സമയങ്ങളും ദാസും ശ്രീമതിയും മനസ്സ് പ്രശാന്തമാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു, തൻ്റേതായ രീതിയിൽ പ്രിയയും. പക്ഷേ ഓർക്കാപ്പുറത്ത് ഒരു നാൾ സർക്കാർ ലോഡ് ഷെഡിംഗ് പിൻവലിച്ചതോടെ എല്ലാം തകരാറിലായി. തങ്ങളുടെ ചെറിയ ലോകത്തെ വിളക്കുകൾ പെട്ടെന്ന് അണഞ്ഞുപോയതുപോലെ, വീട്ടിലെ ജനാലകൾ തുറക്കാനാവാത്ത വിധം അടഞ്ഞുപോയതുപോലെ അവർക്കത് അനുഭവപ്പെട്ടു. എങ്കിലും അവർ പ്രതീക്ഷ കൈവിട്ടില്ല. ആ ഇരുണ്ട ഇടവേളകൾ വീണ്ടും കടന്നു വരുമെന്ന് വിശ്വസിച്ച് അവർ കാത്തിരുന്നു. ദാസ്, ശ്രീമതി, പ്രിയ.